മാന്തോപ്പ് വരെയുള്ള ഫുട്പാത്തിന്റെ സൈഡിൽ കൈവരികളിൽ പൂച്ചെടി നട്ടുകൊണ്ട് ഈ നഗരത്തെ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ചെടിച്ചട്ടികൾ വെച്ച് ഭംഗിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. കൂടാതെ മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങളാണ് നഗരസഭ ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. പൊതുശുചീകരണം, അതുപോലെ തന്നെ നമ്മുടെ കോട്ടയുടെ വൃത്തിയാക്കൽ, കടലോര ശുചീകരണം, നമ്മുടെ പൊതു ഓഫീസായ സിവിൽ സ്റ്റേഷൻ വൃത്തിയാക്കൽ, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഇതിന്റെ പ്രചരണാർത്ഥം കോട്ടശ്ശേരി സർക്കിൾ മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന മെഗാ റാലി, അതുപോലെ തന്നെ ഇന്നലെ നടത്തിയ സൈക്കിൾ റാലി എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ടവരായ വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കൾ, പോസ്റ്റ് ഓഫീസ് സ്കൂളിലെ പ്രിയ NSS വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിവിധ ഓഫീസുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ, മറ്റ് രാഷ്ട്രീയ സന്നദ്ധ പ്രവർത്തക സംഘടനാ പ്രതിനിധികൾ, ഏവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി സുജാത ടീച്ചർ അവരുടെയും ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾ, പ്രസ് ഫോറം ഭാരവാഹികൾ, ഏവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സണെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കാഞ്ഞങ്ങാട് നഗരസഭയുടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലുടനീളം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ജനകീയ ക്യാമ്പയിനുകളിലൂടെ മാലിന്യമുക്ത കേരളത്തിന്റെ സൃഷ്ടിക്കായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കാഞ്ഞങ്ങാട് നഗരസഭയിലും കഴിഞ്ഞ സെപ്റ്റംബർ 17 മുതൽ വിവിധ ദിവസങ്ങളിലായിട്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇവിടെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കടലോരവും നമ്മുടെ പൊതു ഇടങ്ങളും അതുപോലെ തന്നെ പൊതു സ്ഥാപനങ്ങളും ഒക്കെ ശുചീകരിക്കുന്നതിനും പിന്നീട് അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടാതിരിക്കുന്ന രൂപത്തിലുള്ള സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾക്കും നഗരസഭ തുടക്കമിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നഗരസഭ മാത്രം വിചാരിച്ചാലോ കുറച്ച് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റു കുറച്ച് ആളുകൾ മാത്രം വിചാരിച്ചാൽ പൂർത്തിയാകുന്ന ഒന്നല്ല. മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണമായ ലക്ഷ്യത്തിലെത്തുള്ളൂ. നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ജലാശയങ്ങളും ഒക്കെ ശുചിയായി നിൽക്കേണ്ടതിന്റെ ആവശ്യകത, അതൊക്കെ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഏറ്റവും കൂടുതൽ ഭാഗമായിട്ട് എടുത്തത് ഒന്ന് വലിച്ചെറിയൽ ശീലത്തെ എന്നുള്ളതാണ്. മറ്റൊന്ന് കമനീയം കാഞ്ഞങ്ങാട് എന്നുള്ളതാണ്. കാഞ്ഞങ്ങാട് നഗരത്തെ ഏറ്റവും കമനീയമായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നഗരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ തുടക്കമിടുകയാണ്. നമ്മുടെ ഈ ഒരു നഗരത്തിന്റെ ഭാഗത്ത് 65 ഇവിടുത്തെ ഈ ഹാൻഡ് റെയിലിൽ, ഈ ഫുട്പാത്തിന്റെ അരികിലുള്ള ഹാൻഡ് റെയിലിൽ 65 ചെടികൾ വെച്ചുകൊണ്ടാണ് ഈ ഒരു നഗര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കമിടുന്നത്. ഇതിന്റെ പരിപാലനം ഇവിടെ നമ്മൾ ഇന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാര്, അതുപോലെ മറ്റു തൊഴിലാളികൾ, അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ, അവരൊക്കെ തന്നെ വളരെ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ സർക്കാർ ഈ ഒരു പ്രവർത്തനത്തിൽ പ്രതീക്ഷിക്കുന്നതും. മുഴുവൻ ആളുകളുടെയും പിന്തുണ, മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം, പൊതു ഇടങ്ങൾ ശുചീകരിക്കാൻ, അതുപോലെ ശുചീകരിക്കപ്പെട്ട പൊതു ഇടങ്ങൾ മാലിന്യമുക്തമായി മനോഹരമായി സൂക്ഷിക്കാനുള്ള എല്ലാവരുടെയും ഒരു ബോധം, അതിൽ പുതിയ തലമുറ സജീവമായി പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ NSSന്റെ വളണ്ടിയർമാർ, വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ NSS വളണ്ടിയർമാർ ഞങ്ങളോടൊപ്പം
കടലോര ശുചീകരണത്തിനും അതുപോലെ തന്നെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായി പങ്കാളികളാവുകയുണ്ടായി. ഇന്ന് വൈകുന്നേരം കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരു മെഗാ റാലി നടക്കുകയാണ്. ആ റാലിയിലേക്കും ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, കുടുംബശ്രീ പ്രവർത്തകരെ, ആശാവർക്കർമാരെ, അംഗൻവാടി വർക്കർമാരെ, അതുപോലെ വ്യാപാരി വ്യവസായി പ്രതിനിധികളെ, അതുപോലെ തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സിന്റെ പ്രതിനിധികൾ, അതുപോലെ നമ്മുടെ കോൺട്രാക്ടേഴ്സിന്റെ പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, എല്ലാവരും ചുമട് തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ മുതൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽപ്പെട്ട സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ വിദ്യാർത്ഥികളിൽ SPC, NCC, NSS മുതലായിട്ടുള്ള എല്ലാ സംഘടനകളുടെയും പ്രതിനിധികൾ ഇന്ന് ഈ വൈകുന്നേരം കാഞ്ഞങ്ങാട് നഗരത്തിലെ റാലിയിൽ അണിനിരക്കുകയാണ്. അപ്പോൾ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിലും കാഞ്ഞങ്ങാട് നഗരസഭ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയിലും എല്ലാവരും സജീവമായി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു